ഇപ്പോൾ ദില്ലിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം എൻ ഡി എക്കെതിരെ ഉയരുകയാണ്. SFI NTA ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. NTA അതായത് നീറ്റിലും നെറ്റ് പരീക്ഷയിലും പരാജയപ്പെട്ടുപോയ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ല, ടോർച്ചറിംഗ് ഏജൻസി എന്ന ആ ആരോപണം അങ്ങനെ തന്നെ ഉയരുകയാണ്. ഇപ്പോൾ ദില്ലിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങളുമായി ഫെമിന ചേരുന്നുണ്ട്. ഫെമിന, നേരത്തെ അവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ സുരക്ഷയാണ് SFI മാർച്ചിനെ നേരിടാൻ അവിടെ ഒരുക്കിയിട്ടുള്ളത്. നിരവധി വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ NTA-ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അതെ, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. SFIയുടെയും അതുപോലെ തന്നെ ASF, ഐസ തുടങ്ങിയിട്ടുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ NTA ആസ്ഥാനത്തേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ദില്ലി പോലീസും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗം ചേർന്ന് വലിയ സുരക്ഷയാണ് NTA ആസ്ഥാനത്തിന് മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ തടയാനായിട്ടാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ NTA നടത്തിയ പരീക്ഷകൾ തുടർച്ചയായിട്ട് റദ്ദാക്കപ്പെടുന്നു. ഇതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. NTA-യുടെ ഭാഗത്തു നിന്നൊരു അക്കൗണ്ടബിലിറ്റി വേണം, NTA പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആദ്യം പരീക്ഷ നടത്തുക, പിന്നീട് പരീക്ഷ റദ്ദ് ചെയ്യുക, വീണ്ടും പുനഃപരീക്ഷ പ്രഖ്യാപിക്കുക, ഇതാണ് NTA-യുടെ രീതി എന്നാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ CJP പ്രതിഷേധം രാജ്യത്ത് വലിയ തരത്തിലുള്ള ചലനമാണ് ഉണ്ടാക്കിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. എന്നാൽ അതിനുശേഷവും പിഴവുകൾ NTA-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1.5 മാസം മുൻപ് നടത്തിയ ഒരു പരീക്ഷ അത് റദ്ദ് ചെയ്യപ്പെടുന്നു. പുനഃപരീക്ഷ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഈ വിദ്യാർത്ഥികൾ അറിയുന്നത് ഇത്തരത്തിൽ ഒരു പുനഃപരീക്ഷയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നതിൻ്റെ സങ്കടം. മാത്രമല്ല, വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദമാണ് വിദ്യാർത്ഥികൾക്ക്. ഇത്തരത്തിൽ NTA-യുടെ പിഴവിന് വിദ്യാർത്ഥികളാണ് വില നൽകേണ്ടി വരുന്നത്. നമുക്കറിയാം, ഇവിടെ കാണുന്ന ബോർഡുകളിലെല്ലാം ഈ വിദ്യാർത്ഥികൾ എഴുതിയിരിക്കുന്നത് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി എന്നാണ്. വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ഏജൻസിയായിട്ട് NTA മാറിയിരിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാജ്യ തലസ്ഥാനത്ത് NTA-യുടെ ആസ്ഥാനത്തേക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന പ്രതിഷേധമാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് കളിക്കുന്ന, അവരെ പ്രതിസന്ധിയിലാക്കുന്ന NTA മറുപടി പറയണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് SFI അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് NTA പിരിച്ചുവിടണം. നമുക്കറിയാം, മോദി സർക്കാർ നിലവിൽ വന്ന ശേഷമാണ് ഇത്തരത്തിൽ കേന്ദ്രീകൃത രീതിയിൽ ഒരു പരീക്ഷ നടത്തുന്ന. ശരി ഫെമിന, ഏതായാലും തുടരുക. ഇപ്പോൾ സമാനമായി തന്നെ കണ്ണൂരിലും ഈ NTA-യുടെ പിടിപ്പുകേടുകൾക്കെതിരെ സമരം തുടരുകയാണ്. SFI-യുടെ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് കണ്ണൂരിൽ ജലപീരങ്കി പ്രയോഗിച്ചു. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ക്ഷമ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ജീവൻ, ഭാവിയാണ് ഈ NTA പന്താടുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നീറ്റ് പരീക്ഷയിൽ 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, അതിന് പിന്നാലെ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് പരീക്ഷ, 3 നെറ്റ് പരീക്ഷകൾ റദ്ദാക്കുന്നു. ഗുരുതരമായ പിഴവുകൾ, അതേ ചോദ്യങ്ങൾ, ഒരേ ചോദ്യങ്ങൾ, കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. ചോദ്യങ്ങളിൽ അപ്പടി തെറ്റ്, വിദ്യാർത്ഥികളുടെ, പണ്ഡിതന്മാരുടെ അടക്കം പേരുകൾ തെറ്റിച്ച് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഗുരുതരമായ പിഴവുകൾ പറ്റിയ ആ ഏജൻസി ഇനിയും പിരിച്ചുവിടാത്തതെന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.